നമസ്കാരം, വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ്, സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ അധ്യാപകർക്ക് എല്ലാവർക്കും തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഇത്തവണത്തെ ഓണം നമ്മളെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണ്. കാര്യം ഇന്നലെ നമ്മുടെ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിന്റെ എക്സാം റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രീമിയമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. നമ്മുടെ വാട്ടർ അതോറിറ്റി ഏത് കോഴ്സ് എടുത്താലും നമ്മൾ നടത്തിയിട്ടുള്ള കോഴ്സിലെല്ലാം തന്നെ വമ്പൻ വിജയമാണ് നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ആണ് നമ്മുടെ ആദ്യമായിട്ട് വാട്ടർ അതോറിറ്റി കോഴ്സ് നടത്തിയത്. 45-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളാണ് അതിനകത്ത് മെയിൻ ലിസ്റ്റ് വന്നത്. അതിനകത്ത് ഒട്ടനവധി ആൾക്കാർ ഇപ്പം തന്നെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലി കയറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വാട്ടർ അതോറിറ്റി ഓവർസീർ എക്സാംസ് ഉണ്ടായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ വാട്ടർ അതോറിറ്റി എയിലെ ഏറ്റവും മികച്ച റിസൾട്ട് അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ നമുക്കായിരുന്നു. 19-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളാണ് അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ മാത്രം. 209 പേരോ മറ്റോ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അത്ര വളരെ ചെറിയൊരു മെയിൻ ലിസ്റ്റ് ആയിരുന്നു. 19-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അത് ഓൺലൈൻ ആയിട്ട് ഓഫ്ലൈൻ ആവട്ടെ. അതിനകത്ത് മിക്ക ആൾക്കാരും ഇപ്പം തന്നെ ഏകദേശം ജോലിയിൽ പ്രവേശിച്ചവരും അതിൽ നിന്ന് മാറി മറ്റ് ജോലികളിലേക്ക് പോയവരൊക്കെയാണ്. എയിലൊക്കെ അത്യാവശ്യം നമ്മുടെ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പലയിടത്തും വർക്ക് ചെയ്യുന്ന എയിമാരൊക്കെ തന്നെ നമ്മളുടെ ഉദ്യോഗാർത്ഥികളാണ്. അവരെ റെഫർ ചെയ്തിട്ടും അതുപോലെ അങ്ങനെ കേട്ടറിഞ്ഞിട്ടുമാണ് നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സ് എല്ലാം നമുക്ക് ക്ലാസ്സിന് വന്നത്. ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിന്റെ എക്സാമിന്റെ കോഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി പഴയ ക്ലാസ് അല്ല, സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം കഴിയുന്നതുള്ള എക്സാം ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എയുടെ എക്സാം കഴിഞ്ഞു, അതുപോലെ ഗ്രേഡ് 1 എക്സാം കഴിഞ്ഞു. അതിനുവേണ്ടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ക്ലാസ്സുകളാണ് അവർ കൊടുത്തത്. അതിൽ ഗ്രേഡ് 1 എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. എയുടെ ഇനി ഇന്റർവ്യൂ പെൻഡിങ് ആണ്. എയിൽ വളരെ മികച്ചൊരു റാങ്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗ്രേഡ് 1 എക്സാമിനകത്ത് വളരെ സന്തോഷത്തോടെ പറയട്ടെ, റാങ്ക് നമ്പർ 1 ജിതേഷ്, 2ാമത്തെ റാങ്ക് ഫഹീം, 3ാമത്തെ റാങ്കുകാരൻ നമ്മളുടെ ഗൗരി ശങ്കർ, 5ാമത്തെ റാങ്ക് ജുബി പോൾ തുടങ്ങി ഒട്ടനവധി റാങ്ക് ഹോൾഡേഴ്സ് ആണ് നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചത്. ഇതൊക്കെ കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സ് എല്ലാം പറഞ്ഞറിഞ്ഞും നമ്മുടെ ഇപ്പം സർവീസിൽ ഇരിക്കുന്ന എകളൊക്കെ റെഫർ ചെയ്തിട്ടാണ് അവർ ക്ലാസ് എടുക്കാൻ വന്നിരുന്നത്. സോ ആ റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. എത്ര ഉദ്യോഗാർത്ഥികൾ നമ്മളുടെ ഉണ്ടോ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റി എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ബാച്ച് ഓൺലൈൻ എക്സാമിന് ജനറൽ എക്സാം വിളിക്കും. ഈ വർഷം അപ്പോൾ 2 വർഷം കംപ്ലീറ്റ് ആവും റാങ്ക് ലിസ്റ്റ്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം. സോ ആ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകൾ, അതിന്റെ നോട്ട്സ്, എക്സാമുകൾ, MCQ ഡിസ്കഷൻ വീഡിയോസ് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ആ കോഴ്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ലൈവ് MCQ ഡിസ്കഷൻ ഉൾപ്പെടെ 3 മെന്റേഴ്സ് ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരോ ഡെമോ ക്ലാസ് കണ്ടു നോക്കാൻ താല്പര്യമുള്ളവരോ താഴെ കാണുന്ന വിനേസ് എഡ്യൂടെക് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. സോ നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് നോക്കാം. എങ്ങനെ ഉണ്ട് ആ റാങ്ക് ലിസ്റ്റ്, എത്ര പേരുണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്കൊന്ന് വിലയിരുത്താം. സോ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിച്ചാൽ കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്നാണ്. ഓൺലി ഫോർ ക്വാളിഫൈഡ് ഇൻ സർവീസ് പേഴ്സണൽ, അതായത് ഡിപ്പാർട്ട്മെന്റ് കോട്ടയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ ഫസ്റ്റ് റാങ്ക് ജിതേഷ് വി ആണ്, 61.33 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. 2ാമത്തെ റാങ്ക് ഫഹീം വി ആണ്, 57.67. 3ാമത്തത് ഗൗരി ശങ്കർ ആണ്, 56.33. ഫസ്റ്റ് 3 റാങ്കുകളും നമ്മളുടെ സ്റ്റുഡൻസ് ആണ്, നമ്മുടെ കോഴ്സ് എടുത്ത് പഠിച്ചവർക്കാണുള്ളത്. ഇനി അടുത്തത് 5ാമത്തെ റാങ്ക് ജുബി പോൾ ചെറിയാൻ, ജുബി പോൾ ആണ് 5ാമത്തെ റാങ്ക്. അതുപോലെ തന്നെ നമുക്ക് 8ാമത്തെ റാങ്ക് ഷാജി കെ ആണ്. 13ാമത്തെ റാങ്ക് ജോമോൻ TL ആണ്. അതുപോലെ തന്നെ 18ാമത്തെ റാങ്ക് വിനീത വി നാഥ് ആണ്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 22 അർജുൻ മോഹൻ PC, 23 നിമ്മി BJ, അതുപോലെ 25 ദീപ P, പിന്നെ വന്നിട്ട് 33 ശാലിനി ജോൺ, അതുപോലെ സജു M ആണ് 37, വിബീഷ് 40. ഇതിനകത്ത് പിന്നെ വരുന്നത് 50ാമത്തെ റാങ്ക് ആണ് അബ്ദുൽ ഗഫൂർ O എന്ന് പറയുന്ന സ്റ്റുഡന്റ് ആണ്. അതുപോലെ തന്നെ പിന്നീട് 54 ശ്രീരാജ് R, 57 റെക്സിൻ PS, പിന്നീട് 64 സുമയ്യ, 72 അനസ് K. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് 90ാമത്തെ റാങ്ക് ജിബിൻ സെ, 91 കണ്ണൻ C, അതുപോലെ 97 ബിജു, 100ാമത്തെ റാങ്ക് പ്രിയ CK. അങ്ങനെ തുടങ്ങി 106 ഉദ്യോഗാർത്ഥികളാണ് ഇതിനകത്ത് മെയിൻ ലിസ്റ്റിലുള്ളത്. വളരെ ചെറിയ റാങ്കിലാണ്, 106 പേര് മാത്രമുള്ള റാങ്ക് ലിസ്റ്റ് ആണ്. അതിനകത്താണ് നമ്മുടെ ഇത്രയും ഉദ്യോഗാർത്ഥികൾ ഇതിനകത്ത് വന്നത്. പൂർണ്ണമായിട്ടും അവർ ജോലിയും കിടക്കും. അതുപോലെ തന്നെ എല്ലാം തന്നെ പ്രായമുള്ള ആൾക്കാരാണ്, വളരെ ചെറുപ്പക്കാരൊന്നും അല്ല. അവർ നന്നായിട്ടിരുന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് റാങ്ക് ലിസ്റ്റിൽ വന്നത്. സോ അവർക്കെല്ലാം തന്നെ ആശംസകൾ നേരുകയാണ്. മറ്റൊരു ഒരു ഹയർ ഗ്രേഡിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. മിക്ക ആൾക്കാരും ഗ്രേഡ് 3 ഓപ്പറേറ്ററും അതുപോലെ തന്നെ ഗ്രേഡ് 2 ഒക്കെ ഉള്ളവരാണ്. സോ അവര് ഗ്രേഡ് 1 കയറാൻ വേണ്ടി പോവുകയാണ്.
സോ ഇതാണ് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ തന്നെ പഴയ സ്റ്റുഡൻസ് റെഫർ ചെയ്ത് വന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അതിനകത്ത് ഭൂരിപക്ഷം ആൾക്കാരും ഉള്ളത്. പിന്നെ നമുക്ക് ഇതോടൊപ്പം പറയേണ്ട ഒരു കാര്യം, നിലവിൽ ഒരു 30ഓളം വേക്കൻസികൾ 30+ വേക്കൻസികൾ ഉണ്ടെന്നാണ് ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സ് തന്നെ പറയുന്നത്. അതുപോലെ തന്നെ നിലവിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും കുറച്ച് വേക്കൻസികൾ ഒരു 10-30 വേക്കൻസിയുടെ അടുത്ത് തന്നെ വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്നും കേൾക്കുന്നുണ്ട്. നമുക്കത് വിശദമായിട്ട് പിന്നീട് കാണാം, എന്താ സംഭവിക്കും നമുക്ക് പിന്നീട് നോക്കാം. റാങ്ക് ലിസ്റ്റ് നാളെ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ റിസൾട്ടോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്കും ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാം. നിങ്ങൾ പഠിക്കണം, വെറുതെ ക്ലാസ് പർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇപ്പം വരുന്ന എക്സാമുകളിൽ നമുക്ക് ടോപ്പ് റാങ്ക് അടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.